പിന്നെ കിളികൾ കിടന്നിട്ട് നല്ല സൗണ്ടാട്ടോ. പിന്നെ നോക്കിക്കേ ഈ പൂ നോക്കിക്കേ, ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ പേര് ട്രംപറ്റ് പൈൻ എന്നാട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ പല സ്ഥലത്തും ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ഒരു ബോ പോലെ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് അതുമ്മ ഇങ്ങനെ പടർന്നിട്ട് നിറച്ചുണ്ടായിട്ടുണ്ട്. നമ്മൾ വീട് വാങ്ങുന്ന സമയത്ത് അതുമ്മ നിറച്ച് പൂവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം അത് അതിൻ്റെ ആ കമ്പി ഇങ്ങനെ മറിഞ്ഞ് താഴത്തേക്ക് വീണ്. പിന്നെ രണ്ടാമത് നമ്മൾ കയറ്റി വെച്ചിട്ട് പിന്നെ അത് അത്രയ്ക്ക് അങ്ങോട്ട് കമ്പീനെ അങ്ങനെ നിറഞ്ഞിട്ട് അങ്ങോട്ട് വന്നില്ല. അതുമേൽ പൂവുണ്ടാവാറുണ്ട്. പക്ഷെ നല്ല വെയിൽ വേണം. അവിടെ എനിക്ക് മരങ്ങളൊക്കെ ഇപ്പോൾ വലുതായിട്ട് അത്രയ്ക്കാണ്ട് വെയിൽ വരുന്നില്ല. ഇതുണ്ടല്ലോ, ഇതിൻ്റെ കമ്പല്ല, ഇതിൻ്റെ ചെടി നിൽക്കുന്നത് ശരിക്കും അങ്ങോട്ട് കുറേ നീങ്ങിയിട്ടാണ്. ഈ പ്രാവശ്യം നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ചാച്ചിട്ട് ഇങ്ങോട്ട് കെട്ടി. കാരണം നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് പടർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ വീട് വാങ്ങിച്ച സമയം ഇതിൻ്റെ കടയ്ക്ക് കണ്ടമാനം പഴക്കമുണ്ട് കേട്ടോ. കാരണം ഭയങ്കര വലിയ കടയാണ് അവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ വേറൊരു കൊമ്പൊക്കെ അങ്ങോട്ടേക്ക് എപ്പോഴും പോയിട്ട് നമ്മുടെ ഈ വിൻഡോയുടെ മുകളിലേക്ക് പടർന്ന് കയറാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വെട്ടിക്കളയാറ്. പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ടല്ലോ, നല്ല സൺലൈറ്റ് വന്നിട്ട് ഇത് കുറേ പൂ ഉണ്ടാവുന്നുണ്ട്. ചിമ്പുവിന്റെ ട്രീറ്റ് വേണ്ടേ? ട്രീറ്റ് വേണോ? എന്റെ മേത്തോടെ എന്റെ ഒരു ഓമൊക്കെ ആവും. വേണം ചിമ്പു കസേരയുടെ അടിയിൽ വന്നിട്ട് കിടക്കാണ്. നമ്മുടെ മറ്റേ രണ്ട് പൂച്ചകളുണ്ടല്ലോ, അവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. പറഞ്ഞില്ല, അവർ പകല് മൊത്തം ഉറക്കാണ്. പക്ഷെ ചിമ്പും അവിടെ നോറിനോട് കിടന്ന് ഉറങ്ങായിരുന്നു. ഞാനിങ്ങോട്ടേക്ക് പോന്നപ്പോൾ കണ്ണൊക്കെ തിരുമ്പി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നേക്കുന്നതാണ്. എൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആസ്പിൻ കുട്ടനും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ചെത്തി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നാട്ടിൽ നമ്മൾ അധികം ദിവസം നമ്മൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ 28-ാം തീയതി നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുണ്ട്. പക്ഷേ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയ്ക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ ചെന്നിട്ടായിരുന്നാലും കുറച്ച് ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പ്രാവശ്യം ഞാനും പോൾസാനെ കൂട്ടിയിട്ട് ഒരുമിച്ചല്ലേ പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും ഞാനും പിള്ളേരെ കൂട്ടിയിട്ടാണ് തനിച്ചാണ് പോകാറ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പൊതുശ്ശേരിയിലാണ് നിൽക്കാറുണ്ട്. ഈ പ്രാവശ്യം കൂടുതൽ ദിവസം നമ്മൾ നമ്മുടെ പുതിയ വീട് പണിതിട്ടുണ്ടല്ലോ. പുതിയ വീടല്ല, ഇപ്പോൾ പണിതിട്ട് 4-5 വർഷമായിട്ടുണ്ട്. പക്ഷെ ഞാനെപ്പോഴും ആ വീട് എപ്പോഴും പുതിയ വീടെന്ന് തന്നെ എപ്പോഴും പറയാം. അപ്പോൾ നമ്മൾ അവിടെയായിരുന്നു, ആ വീട്ടിലായിരുന്നു നമ്മൾ കൂടുതൽ ദിവസം ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ അവിടുത്തെ വീട്ടിലെ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വീഡിയോസൊന്നും നമ്മളതിന് പിടിച്ചില്ല. കാരണം നമുക്ക് അധികം ദിവസം ഉണ്ടായിരുന്നില്ലല്ലോ. ആകെ കൂടി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോണതും പിന്നൊക്കെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്കാണ് ഒരു 16-17 ദിവസം നമ്മൾ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടായിരുന്നാലും നല്ല പണിയായിരുന്നു ഇവിടെ എത്തിയിട്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും ഒരു ഇതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ബാക്കിൽ നിൽക്കുന്ന ഇത് പൂ കാണുന്നില്ലേ, ഇതിൻ്റെ ആ സൈഡിൽ ഇത് കുറേയൊക്കെ ഇതിൻ്റെ പൂവൊക്കെ കുറേയൊക്കെ കരിഞ്ഞു പോയിന്. ഇതൊക്കെ കരിഞ്ഞു പോയതാണ്. വെള്ളം ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു ഇവിടെ. പിന്നെ മഴയും അങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ സ്പ്രിങ്ക്ലർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ എല്ലായിടത്തും സ്പ്രിങ്ക്ലർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കുറേ സോണുണ്ട്. പക്ഷേ നമ്മൾ അത്യാവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഓണാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പച്ചക്കറി തോട്ടത്തിലെ അവിടേക്കാണ് അത് നമ്മൾ ആദ്യമേ തുടങ്ങി. ഇതൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. കാരണം ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് കിടന്നിട്ട് കുറേ വെള്ളം പോയിട്ട് അവിടേക്ക് കിടന്നിട്ട് കുറേ പുല്ലൊക്കെ മുളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പ്രിങ്ക്ലർ. അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ളത് ഗ്രീൻ ഹൗസിൽ, പിന്നെ നമ്മുടെ ബാക്കിലെ പച്ചക്കറി തോട്ടം, അതൊക്കെ നമ്മൾ സ്പ്രിങ്ക്ലറൊക്കെ നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പൂവൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ വിചാരിച്ചു, ഞങ്ങൾ പോണ സമയത്തൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു വളരെ ഒരു ദിവസം എങ്ങാണ്ട് മഴ പെയ്തോളൂ. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശരിക്കും നമ്മൾ എപ്പോഴും ഈ പൂവൊക്കെ കാണിക്കുമ്പോൾ ഇതിൽ നല്ല ഭംഗിയിൽ നിങ്ങൾ കാണാറില്ലേ. ആ സൈഡിൽ അങ്ങനെ വാടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ സൈഡിൽ കുറച്ചും കൂടിയും ഒരു തണൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ആ സൈഡിൽ ആ വെള്ളപ്പൂ വാടിയിട്ടില്ല. പക്ഷേ ഈ സൈഡിലെ പൂവ് ഇവിടുത്തെ അത്രയ്ക്ക് വാടിയിട്ടില്ല. ഈ സൈഡിലെ ചില പൂവ് അവിടെ ഏറ്റവും തുറന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ കരിഞ്ഞു പോയി. ബാക്കിയുള്ള ചെടികൾക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നമ്മളൊരു പുതിയൊരു തോട്ടം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ തോട്ടത്തിലും നിറച്ചും പുല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു 17-18 ദിവസം നമ്മളിവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ശരിക്കും വന്നു കഴിഞ്ഞപ്പോൾ അത്ര ദിവസത്തെ വ്യത്യാസമായിരുന്നില്ല നമ്മൾ കണ്ടത്. ഏതാണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു 5-6 മാസം എത്തിപ്പോയ പോലെയായിരുന്നു.
ഫുള്ള് തോട്ടത്തിൽ ആകെ പുല്ല് പിടിച്ച്. പിന്നെ ഞാൻ കുറച്ച് വൈൽഡ് ഫ്ലവറിൻ്റെ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് എല്ലാം അവിടുത്തെ ഇങ്ങനെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ വലിയ വൈൽഡ് ഫ്ലവറിന് പിന്നെ വലിയ വെള്ളമൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതങ്ങോട്ട് അതിൻ്റെ കട അങ്ങോട്ട് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആർത്തി പിടിച്ച്. നമ്മുടെ ഡാലിയേനെ ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. എല്ലാ തോട്ടത്തിലും അത് തന്നെയായിരുന്നു ഏറ്റവും മുകളിൽ നിന്നിരുന്നത്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്തിയ വഴിക്ക് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഓടി വന്നത് ആസ്പിൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പോയി പിറ്റേ ദിവസം വന്നിട്ട് നിയ വന്നിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ. അപ്പോൾ നിയ വന്നിട്ട് ആസ്പിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആസ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് അതിന് പേടിയുണ്ടായിരുന്നില്ല. പിന്നെ ചിമ്പുവിന് തന്നെയുള്ളൂ. പിന്നെ ഫുഡൊക്കെ നമ്മൾ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നീനയുടെ ഫ്രണ്ട് വന്നിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഫുഡിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എയർപോർട്ടിൽ നമ്മൾ വന്ന വഴിക്ക് എന്നാൽ നമുക്കൊരു കാണാണ്ടിരിക്കും ഭയങ്കര വിഷമമാണ്. എയർപോർട്ടിൽ നിന്ന് വന്ന വഴിക്ക് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചിമ്പുവിനെയാണ് വിളിച്ചത്. ചിമ്പ് എവിടെ നിന്ന് കണ്ടതൊക്കെ കണ്ണൊക്കെ തിരുമ്മി ഓടി വന്നു. നമ്മളിവിടെ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണിയായപ്പോൾ എത്തിയത്. അപ്പോൾ ഒരു ഉറങ്ങണ സമയമുണ്ട്. മറ്റേ 2 പൂച്ചകൾ അവർ പിന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നമ്മളോട് അങ്ങനെ ഇണക്കില്ല. അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വൈകുന്നേരം എപ്പോഴാണ് വന്നത്. ചിമ്പട്ടും പക്ഷേ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ആദ്യം നമ്മൾ ഓടി വന്നിട്ട് ഇവിടേക്ക് നോക്കി പിന്നെ കോഴീനെയൊക്കെ നോക്കി. കോഴീനെ അപ്പം തന്നെ ഏറ്റവും ആദ്യം നമ്മൾ കോഴീനെ നമ്മൾ തുറന്നിട്ടത്. കാരണം നമ്മൾ പോയി കഴിഞ്ഞ പിന്നെ ഈ 17-18 ദിവസം നമ്മൾ അവരെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് പുറത്തും കുറേ സ്ഥലം ഉണ്ടല്ലോ. കൂടൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര വലിയ കൂടല്ല, ഇങ്ങനെ അടച്ചു കൂട്ടിയിട്ടല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അവരെന്നെ അയച്ചിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ചിമ്പുവിനെ വിളിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ചിമ്പുവിനെ വിളിച്ച് ചിമ്പു ഓടി വന്നു. പിന്നെ തോട്ടത്തിലേക്ക് നോക്കിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വരുമ്പോൾ നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷേ നിറച്ചും പുല്ല് പിടിച്ചിട്ട് പുല്ല് ഏതാ ചെടി ഏതാന്ന് അറിയാൻ പാണ്ടായിരുന്നില്ല. ഒന്നും ചെടികൾ വേറെ ഒന്നും വാടിപ്പോയിട്ടുണ്ടായിരുന്നില്ല. ഇത് മാത്രമേ വാടിപ്പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ 28-ാം തീയതി നമ്മൾ എത്തിയത്. എനിക്ക് അന്നൊരു ചൊവ്വാഴ്ച ഇരുന്നോളൂ. അന്ന് പിന്നെ ഫുള്ള് വീട് ക്ലീനിങ് ആയിരുന്നു. വൈകുന്നേരം എനിക്കവിടെ ഏകദേശം ഒരു 11 മണി 12 മണി വരെ രാത്രി ഇരുന്നിട്ട് വീടൊക്കെ ഞാൻ ഫുള്ള് എല്ലാം അവിടെ അടിച്ച് വൃത്തിയാക്കി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് തോട്ടത്തിലേക്ക് ഇറങ്ങി. പുല്ല് പറക്കലോടെ തന്നെ പറക്കൽ. അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ എഴുന്നേറ്റിട്ട് പുല്ല് പറക്കൽ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് വേറെ ഫുഡിൻ്റെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആഴ്ച തന്നെ വെള്ളിയാഴ്ച നമ്മൾ ഞങ്ങളുടെ ഫ്രണ്ട്സെ കൂടിയിട്ട് നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ബുക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തേക്ക് ഇവിടുന്ന് ഒരു 5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അവിടെ പോയി എന്നിട്ട് പിന്നെ വെള്ളിയാഴ്ച നമ്മൾ അവിടേക്ക് പോയി. ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞിട്ട് പിന്നെ വെള്ളിയാഴ്ച നമ്മൾ അവിടേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്ന് പിന്നെ ചൊവ്വാഴ്ചയാണ് പിന്നത്തെ തിങ്കളാഴ്ച അന്നത്തെ തിങ്കളാഴ്ച വൈകിട്ടാണ് നമ്മൾ പിന്നെ രണ്ടാമത് വന്നത്. അത് കഴിഞ്ഞ് വന്നിട്ടും ഈ പണി തന്നെയായിരുന്നു. എന്നും പുല്ല് പറിക്കലും ഓരോന്ന് ചെയ്യലും ഒക്കെയായിരുന്നു എപ്പോഴും പണി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫുഡിൻ്റെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. എന്ന് ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കണം നിങ്ങളെ കാണിക്കണം എന്നുള്ളത്. എന്നാലും അതൊക്കെ നോക്കിക്കേ കുറേ പൂക്കളുണ്ടായി നിൽക്കണുണ്ട് കേട്ടോ. അങ്ങനെ ചെടികളൊന്നും വാടിപ്പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയില്ല. ഈ പുല്ലൊക്കെ വന്നിട്ട് ആകെ മൂടിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് മാത്രമേ പോയുള്ളൂ. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. കാരണം ഇതായിരുന്നു ഏറ്റവും നല്ല ഭംഗി ഉണ്ടായിരുന്നത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളുള്ള സമയത്തേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ വെള്ളം നനയ്ക്കലും നമ്മൾ ഓരോ ചെടിയുടെ അടുക്കൊക്കെ നമ്മൾ എല്ലാ തോട്ടത്തിലും ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ നമുക്ക് 2 തോട്ടം നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടമാനം ചെടികളായിരുന്നു. അപ്പോൾ നമ്മളോട് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോന്നിൻ്റെ അടുത്ത് പോയി എല്ലാവരും നോക്കുമ്പോൾ അങ്ങനെ പുല്ലൊന്നും വരില്ല. പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഈ സമ്മർ ടൈമിൽ നമ്മൾ നാട്ടിൽ പോവില്ല. ടിക്കറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ. പിന്നെ ചെടികളൊക്കെ വലുതായി വന്ന് തുടങ്ങിയപ്പോഴാണ് പിന്നീട് ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതുണ്ടായി നിൽക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് ആ സമയത്ത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു. ഇനി നമ്മൾ ഒറ്റ പ്രാവശ്യം ഞാൻ പോവില്ല. ഇങ്ങനെ ചെടികളൊക്കെ ഉള്ള സമയത്ത് ചെടികളെ ഇട്ടിട്ട് പോവില്ല. അല്ലാണ്ട് വിൻ്ററൊക്കെ ആകുമ്പോൾ പോകാമല്ലോ. കാരണം വിൻ്ററൊക്കെ ആകുമ്പോൾ ഇവിടെ പിന്നെ പ്രത്യേകിച്ച് പുറത്ത് വേറെ പണികളൊന്നുമില്ല. പിന്നെ വിൻ്ററിൽ പോകുമ്പോഴും വേറെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴിയുടെയും താറാവിൻ്റെയും വെള്ളമൊക്കെയും ഫ്രീസാവും. നമുക്ക് പുറത്തേക്ക് ഒറ്റ പൈപ്പിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഏൽപ്പിച്ചാലും അവർക്ക് അകത്ത് പോയി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കണം. കാരണം താറാവൊക്കെ ആകുമ്പോൾ കുറേ വെള്ളമൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെയാണ് വിൻ്ററൊക്കെ ആകുമ്പോഴും എനിക്ക് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ പോണ് വിശേഷങ്ങൾ. അപ്പോൾ പൂക്കളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പച്ചക്കറി തോട്ടത്തിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഇന്ന് അധികം ചൂടില്ല കേട്ടോ. ഇന്ന് നല്ലൊരു വെതറാണ്. പക്ഷേ ഇന്നലെ വരെ നല്ല ചൂടുണ്ടായിരുന്നു. ഈ സമയത്തൊന്നും പുറത്തിറങ്ങി നിൽക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു.
പക്ഷെ ഇന്ന് നല്ലൊരു ക്ലൗഡി ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്, വലിയ ചൂടൊന്നും ഇല്ലാണ്ട് നല്ലൊരു വെതറാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ പച്ചക്കറികൾ ഞാൻ വന്നു കഴിഞ്ഞിട്ട് പയറൊക്കെ നമ്മൾ 2-3 പ്രാവശ്യം എടുത്തിട്ട് നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാവയ്ക്ക കുറച്ചുണ്ടായിരുന്നു, പാവയ്ക്ക കുറച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് പറിക്കാനുണ്ട്, അത് പറിക്കണം. അപ്പം പൂക്കളൊക്കെ കാണാനല്ലേ നിങ്ങൾ കൊതിയായിട്ട് എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലെ പൂക്കൾ, പിന്നെ കോഴീനെ പൂച്ചേനെ അതിനൊക്കെ കാണാനായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് പൂക്കളൊക്കെ കാണാം, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പം ഏതാണ്ട് ഒരു പരുവൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. പുല്ല് പറിച്ച് അതിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ അതിൻ്റെ അടുത്ത് തലോടിയൊക്കെ പറഞ്ഞ് അതിന് പൂവൊക്കെ ഉണ്ടാക്കി നമുക്ക് പൂക്കളൊക്കെ കാണാം. ഇതുണ്ടല്ലോ, ഇന്നുണ്ടല്ലോ, ഇന്ന് അധികം വെയിലില്ല എന്ന് പറഞ്ഞില്ലേ, ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചേട്ടോ. ഇവിടെ ഇപ്പോൾ സമയം ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്. സാധാരണ ഇത് നമ്മുടെ 10 മണി കേട്ടോ. 10 മണി സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ കുറേ നട്ടു. വിത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. വീഡിയോയ്ക്ക് ചിലപ്പോൾ കുറച്ച് ലോങ് ആവട്ടോ വീഡിയോ. ആമസോണിൽ നിന്ന് വിത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നമ്മൾ മുളപ്പിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നൂല് പോലെയല്ലേ ഇരിക്കുന്നത്. കുറേ സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്ന് നട്ട്, കുറേ സ്ഥലത്തൊക്കെ നമുക്ക് നന്നായിട്ട് പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ വെയിലില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ 10 മണിയൊക്കെ വിരിയാണ്ട് നിൽക്കുന്നത്. പിന്നെ ചെടികളൊക്കെ പറിച്ച് വെച്ച കാര്യം പിന്നെയും പറയാൻ വേണ്ട. കാരണം ഞാൻ ഒരു സൈഡ് പറിച്ച് ചെടികൾ വെക്കും. ഈ 10 മണിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂല് പോലെ ഇരിക്കുന്ന ഇതിനെ കൊണ്ടുവന്ന് ഞാൻ വെക്കും. വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ കോഴീനെ അയച്ചിടും. കോഴികളെ എവിടെയെങ്കിലൊക്കെ മാന്തി കൂട്ടിയിട്ടുണ്ടാവും, പിന്നെയും കൊണ്ടുപോയി ഞാൻ വെക്കും. പിന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം എല്ലാ ചെടികളുടെയും ഇവിടെ ചിന്തിക്കാനോട് ഇരിക്കുന്നുണ്ട്. എല്ലാ ചെടികളുടെയും വിത്തുകളൊക്കെ നമ്മൾ പാവി മുളപ്പിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ കടയിലൊക്കെ പോയിട്ട് ഓരോ ചെടികളൊക്കെ വാങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വില കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇത്രയ്ക്ക് അധികം നടാനൊന്നും പറ്റുന്നില്ല. അപ്പം നമ്മൾ എല്ലാ വർഷവും നമ്മുടെ വിത്തുകളൊക്കെ നമ്മൾ എടുത്തു വയ്ക്കും. നല്ല ചിമ്പിട്ടനും ഉണ്ടാവാറുണ്ട് എൻ്റെ ഇവിടെ വിത്തൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ. എന്നിട്ട് നമ്മൾ മുളപ്പിച്ച് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യം പോലെ തൈകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊതി തീരുന്ന വരെ എല്ലാ വർഷവും ഞാൻ നടാറുണ്ട്. കുറേ എൻ്റെ കോഴികളും താറാവുകളൊക്കെ കൊണ്ടുപോകും, പിന്നെയും നടും, പിന്നെ എടുക്കും. ഏറ്റവും കൂടുതൽ ഞാൻ ഈ വർഷം ഞാൻ പാട് കഴിച്ച് നട്ടത് എൻ്റെ ഈ 10 മണിയായിരുന്നു. കാരണം ഇത് നടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. ഈ നൂല് പോലെ ഇരിക്കുന്നത് ഇതിനെടുത്തിട്ട് മണ്ണിൽ വെക്കും, പിറ്റേ ദിവസം ചെല്ലുമ്പോഴേക്കും കോഴികളും താറാവുകളും എവിടെയെങ്കിലൊക്കെ തൊട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ നല്ല രസമായിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ട് കേട്ടോ. ഇത് ഡാലിയ കേട്ടോ, അത് ഞാൻ കാണിക്കാം. ഇത് ചെറിയ ടൈപ്പ് ഡാലിയ കേട്ടോ, കുറ്റിയായിട്ട് നിൽക്കുന്നത്. എന്നൊക്കെ കുറേ മുട്ടകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ പോയിട്ട് ചെടികൾ കാണിക്കാം. എല്ലാവരും ചിങ്കുട്ടാ കൊച്ചിന് ട്രീറ്റ് തരാട്ടാ. ഈ സീനിയയുടെ കളർ നോക്കിക്കേ. ഇത് വലിയ തിക്നെസ് ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ ആ പൂവിന്റെ കളറ് നല്ല ഭംഗിയുള്ള കളറാട്ടാ. ഇത് നല്ല രസമുണ്ടല്ലേ. ഉമ്മക്ക് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാനും ഉണ്ടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സെറ്റ് ഇതാ അവിടെ മുട്ടുണ്ടായി വരുന്നുണ്ട്. ഞങ്ങൾ നാട്ടിൽ പോണ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു കുറേ പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വന്നു കഴിയുമ്പോൾ കുറേ പൂവൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു.
താറാവുകളൊക്കെ മുട്ടയിട്ടാ. നമ്മുടെ താറാവുകൾ രാവിലെ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാട്ടേ കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ തോട്ടം. കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഇത് നമ്മുടെ വെന്തിപ്പൂവാട്ടാ. ഇത് നല്ല ഹൈറ്റിൽ പോണ വെന്തിയാണ്. കഴിഞ്ഞ വർഷവും നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ സാധാരണ ഇങ്ങനെ കാണുന്നത് മറ്റിങ്ങനെ ബുഷായിട്ട് നിൽക്കണ വെന്തി ഉണ്ടല്ലോ, അങ്ങനത്തെ വെന്തിയാണ് നമ്മൾ കൂടുതൽ കണ്ടേക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇതേപോലെ ഇങ്ങനെ ഹൈറ്റിൽ പോകുന്നത്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടായിട്ട് വിത്ത് ഉണ്ടായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വെന്തി. ഈ വെന്തി ഉണ്ടല്ലോ നടുമ്പോൾ ഈ പ്രാവശ്യം ചിലതൊക്കെ ഞാൻ നട്ടത് അത്രയ്ക്ക് അങ്ങോട്ട് മണ്ണിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് കുഴിച്ച് നന്നായിട്ട് നല്ല കുഴിയിൽ ഇറക്കി വെക്കണം. അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര കാറ്റ് വന്നാലും ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കൂട്ടാ. ചിലത് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കുഴിച്ച് വയ്ക്കാത്തതുകൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ സൈഡിലേക്കൊക്കെ ചെരിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വേരിന് നല്ല ബലം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കുഴിച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എപ്പോഴും നന്നായിട്ട് ഇങ്ങനെ കാറ്റ് വീശുന്നതാണ്. അപ്പോൾ അങ്ങനെ പോവാണ്ട് നിൽക്കും. ഇവിടെ കുറേ തേനീച്ചകൾ വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ തേനീച്ചക്കൂട് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മറന്നുപോയി എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതുമ്മയ്ക്ക് എന്തോരം തേനീച്ചകൾ വന്നിരിക്കുന്നത് എന്താ പറയുക. അതേപോലെ തന്നെ നമ്മുടെ 10 മണി ഉണ്ടല്ലോ, 10 മണിയുടെ ഉള്ളിലാണ് ചെറിയ ചെറിയ ടൈപ്പ് തേനീച്ച വന്നമാനം വന്നിരിക്കുന്നുണ്ട്. അടുത്ത വർഷം എന്തായിരുന്നാലും നമ്മൾ തേനീച്ചക്കൂട് വെക്കും. അപ്പോൾ നമുക്ക് കുറേ തേൻ കിട്ടും. ഇവിടെ അങ്ങനെ തേനീച്ചക്കൂട് അങ്ങനെ വെച്ച് ഞാനങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കിവിടെ കുറേ പൂക്കളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തേനൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ താഴെ ഒരു റോസ് വെച്ചിട്ടുണ്ട്. നാട്ടിൽ പോണേലും മുമ്പ് നമ്മുടെ ആ വീടിൻ്റെ അവിടെ നിന്നിരുന്നാണ്ട് ഞാൻ കുഴിച്ചു കൊണ്ടുവന്ന് വെക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഈ ചെടികളുടെ ഉള്ളിൽ പെട്ടുപോയിട്ട്. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നന്നായി വരുന്നുണ്ട്. ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറന്ന് കയറുന്ന റോസ്. ഞാൻ കാണിക്കാം റോസ്. ഞാൻ ക്യാമറ ട്രൈപ്പോഡിൽ വെച്ചിട്ടാണ് പിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ ഒരു റോസും കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതും അവിടെ നമ്മുടെ പുതിയ വീടിൻ്റെ അവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതും ഈ സൺലൈറ്റ് റോസിനൊക്കെ ആകുമ്പോൾ നല്ല സൂര്യപ്രകാശം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പറിച്ച് വെച്ചതാണ്. അത് തന്നെ അത് വാടിയിട്ട് നിൽക്കുന്നത്. ശരിക്കും നന്നായിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂവുണ്ട്. ഈ സൈഡിലേക്കാട്ടോ നമ്മുടെ ഈ സീനിക കൂടുതൽ. ചില സീനിക നല്ല തിക്കായിട്ട് വന്നേക്കുന്ന സീനിയുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം എനിക്ക് ഒരു മഞ്ഞ സീനി ഉണ്ടായിട്ടുണ്ടായിരുന്നു. മഞ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു തീം മഞ്ഞ. പക്ഷെ അതിന് പറ്റി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പൂവ് ഈ പ്രാവശ്യം കണ്ടില്ല കേട്ടോ. വേറെ നല്ല ഭംഗിയുള്ള വേറൊരു കുഞ്ഞിത്തോട്ടം ഞാൻ ആ സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയുള്ള ഒരു സീനിയ പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട്.
ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ നിത്യവഴുതനങ്ങ കേട്ടാ. ഈ വർഷം ആദ്യമായിട്ടാണ് ഞാൻ നടണത്. പക്ഷെ ഇത് നന്നായിട്ട് എല്ലായിടത്തും പടർന്ന് കയറിയിട്ടുണ്ട്. നമ്മുടെ ഈ പുതിയ വീടിൻ്റെ അവിടേക്ക് നന്നായിട്ട്, അവിടെ നാട്ടിൽ പോണതിന് മുമ്പ് അവിടെ സൈഡിൽ മരത്തിൻ്റെ പീസ് അടിച്ച് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുമേക്ക് നന്നായിട്ട് പടർന്ന് കയറിയിട്ടുണ്ട്. പക്ഷേ ഇത് എന്തുമേ കിട്ടിയാലും അതുമൊക്കെ പടച്ച് കയറും. പക്ഷെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ എന്തുമെങ്കിലൊക്കെ പടർന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. ഞാൻ ശരിക്കും ഇതുമേക്ക് മരത്തുമേക്ക് പടർത്തണ്ട. ഇത് നമ്മൾ നോക്കിയിരുന്നില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ചെടികളുടെ മുകളിലേക്കൊക്കെ ഇത് പടർന്നു പോകും. പക്ഷെ ഇതുമ്മേ ഉണ്ടല്ലോ ഒന്നും ഉണ്ടായിട്ടില്ല ഇത്രയ്ക്ക് നാളായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് സെപ്റ്റംബർ പകുതിയോടുകൂടി അത്യാവശ്യം നല്ല തണുപ്പാവും. അപ്പം ഇനി ഇതുമ്മേ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ, എന്താന്ന് അറിഞ്ഞൂടാ. നന്നായിട്ട് പടർന്നു കയറിയിട്ടുണ്ട്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. നീ ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇത് പടർന്നു കയറിയിട്ട് പോകുന്നുണ്ട്. ഇതെപ്പോഴും കാണുമ്പോൾ ഞാൻ മാറ്റി വെക്കാറുണ്ടായിരുന്നു. തോട്ടാട്ടാ, ഇത് നമുക്ക് കഴിഞ്ഞ വർഷം ഈ തോട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ ഈ സെയിം സ്ഥലത്ത് തന്നെ നമ്മുടെ വെന്തി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഓണത്തിന് ആ വെന്തിപ്പൂവിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട്. ആ ഓർമ്മയിൽ ഞാൻ ഈ പ്രാവശ്യം ഞാൻ ആ സെയിം സ്ഥലത്ത് തന്നെ ഞാനൊരു വെന്തി വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതുമ്മ മുട്ടുണ്ടായി വരുന്നുള്ളൂ. അപ്പം ഇവിടേക്ക് നോക്കിക്കേ, ഈ തോട്ടത്തിലേക്ക് ഉണ്ടല്ലോ ഞാൻ വരുമ്പോൾ ഈ തോട്ടം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടേക്ക് നിറച്ചും മറ്റേ വൈൽഡ് ഫ്ലവർ വന്നിട്ട് മൊത്തം ഇവിടെ ആകെ തോട്ടമൊക്കെ കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നു. ഈ സീനിയനെ ഒന്നും കാണാനും പോലും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പറിച്ചു കളഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ നല്ലൊരു സ്പേസൊക്കെ വന്നപ്പോഴാണ് ഇതെല്ലാവരും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു സീനിയർ പൂ നോക്കിക്കേ, ഇതെന്ത് രസം അറിയാം ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ക്ലോസപ്പ് കാണിക്കാട്ടെ നിങ്ങളെ. എല്ലാം സീനിയാണ് പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ. ഡാലിയും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഡാലിയയ്ക്ക് എല്ലാത്തിനും നമ്മൾ കുത്തു കൊടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് വരുമ്പോൾ എല്ലാവരും മറിഞ്ഞു വീഴാം. സീനിയയ്ക്കും പിന്നെ ഞാൻ നോക്കിയിട്ട് അത്രയ്ക്ക് അങ്ങനെ കുഴപ്പമില്ല. ഇവിടെ ഇപ്പം ചെറുതായിട്ടൊരു വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടോ, അതുകൊണ്ട് തന്നെ നമ്മുടെ 10 മണി വിരിയാൻ വേണ്ടിയിട്ട് പകുതി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണുണ്ട് കേട്ടോ. ശരിക്കും 10 മണി വിരിഞ്ഞ് നല്ല വെയിൽ വരുമ്പോൾ രാത്രിയല്ല കാലത്ത് ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുൾ അങ്ങോട്ട് വിരിഞ്ഞ് നിൽക്കുമ്പോൾ കേട്ടോ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ 10 മണി. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തോരം കടയൊക്കെ ഇതിന് ഉണ്ടാക്കിയിരിക്കുന്നതെന്നറിയാം. ഇങ്ങനത്തെ 5-6 ചട്ടികളുണ്ട് എൻ്റെ. അവിടെ ഒരു ചട്ടിയുണ്ട്, കുറേ ചട്ടികളുണ്ട് എൻ്റെ. കുറേ ഞാനവിടെ താഴെ നട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ കോഴികൾ എപ്പോഴും എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് നോക്കിക്കേ, ഇതാട്ടെ നമ്മുടെ നിത്യവഴുതനങ്ങ. ഇതിങ്ങനെ പടർന്നിട്ട് ഇങ്ങനെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ പടർന്ന് നിൽക്കുമ്പോൾ ഒരു ഭംഗിയുള്ള. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആ സൈഡിൽ നമ്മൾ മരത്തിൻ്റെ പീസ് വെച്ചിട്ടുണ്ടാകുമ്പോഴേക്കും പടർന്ന് കയറിയിട്ടുണ്ട്. പക്ഷെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇനിയിപ്പോൾ 1 മാസം കൂടി ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് ഉണ്ടായി കിട്ടും. പിന്നെ ഈ ബീൻസ് പിന്നെ ഇതേപോലത്തെ ഇനത്തിലേക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ചെറിയ തണുപ്പ് വന്നാലും അതിന് അത്രയ്ക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ അവസാനമൊക്കെ വരെ നിൽക്കുമെന്ന് വിചാരിക്കും. പിന്നെ ഉണ്ടല്ലോ ഇത് കാണുന്നുണ്ട്, ഇവിടെ ഒരു റോസ് ഉണ്ട് കേട്ടോ. ഇതും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെട്ടേക്കും. പക്ഷെ അത് കുഴപ്പമില്ല, പൊന്തി വന്നേക്കണേന്. ഇത് എന്ത് ഭംഗിയാണെന്നറിയാം ഈ റോസ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ളതാണ്. ഇത് ഞാൻ ഓസ്റ്റിൻ റോസിൻ്റെ ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് വാങ്ങിച്ച റോസായിട്ട്. ഇത് ഞാൻ നാട്ടിൽ പോണതിന് മുമ്പ് ഇത് കുറേ പൂവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് മുട്ടിട്ട് വന്നതാട്ടോ. നല്ല ഭംഗിയാണ് അതിൻ്റെ കളർ കാണാൻ വേണ്ടി. എന്ത് രസം എന്നറിയാം, നല്ല തിക്കായിട്ടുള്ള പൂവ്. ഈ അവിടെ തോട്ടമുണ്ട്, അവിടെ നല്ല രസമുണ്ട്. നമ്മുടെ ഡാലി തോട്ടം ഉണ്ടല്ലോ, നമ്മുടെ ഏറ്റവും ആദ്യത്തെ തോട്ടം, അവിടെ നിറച്ചും പൂവ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അവിടെ പോയിട്ട് കാണാം. ഈ മരത്തുമ്പോൾ ഫുള്ള് ഇങ്ങനെ എറ്റ വരെ പടർത്താൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ മുന്തിരി ഇതിൻ്റെ തുടക്കത്തിൽ ഇതുമ്മ ഒരു പ്രാണിയൊക്കെ വന്നിരുന്നിട്ട് ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ചുരുണ്ടു പോകണ്ടായിരുന്നു. നിങ്ങളെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമ്മ നീം ഓയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുമ്മ അങ്ങനെ അധികം കേടങ്ങനെ വന്നില്ല കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് കുറച്ച് മുന്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നമുക്ക് അതിൽ കൂടുതലും മുന്തിരി കിട്ടിയിട്ടുണ്ട്. ഇത് ചെറിയ ടൈപ്പ് മുന്തിരി കേട്ടോ, ഇത്രയ്ക്ക് വലുപ്പം വയ്ക്കുള്ളൂ എന്ന് എനിക്ക് തോന്നണു. വലുത്ത് വാങ്ങുന്നുണ്ട്. കുരുവുള്ള മുന്തിരിയ
നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. കഴിഞ്ഞ വർഷം നമുക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഉണ്ടായത് കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പഴുത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെ മുന്തിരിയൊക്കെ ഉണ്ടാവും പറിച്ച് തിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സന്തോഷം ഉണ്ടാവും. ഇപ്പം അത്രയ്ക്കും മധുരം വന്നിട്ടില്ല, ചെറുതായിട്ട് പുളിയുണ്ട്. പക്ഷേ അത് നല്ല ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ ഇതിന് ശരിക്കും നല്ല മധുരം. ഇതിനെ ഒരു തരം പ്രാണി വന്നിരിക്കുന്നുണ്ട്. ഈ എന്താ പറയുക, ഈ ബട്ടർഫ്ലൈയുടെ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളെന്നെ ക്ലോസപ്പ് കാണിക്കാം. അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ മുന്തിരി ഇങ്ങനെ ഉണ്ടായി വന്നപ്പോഴാണ് ഇതൊന്നും ഉണ്ടായത്. ഇത് ഇവിടെ നോക്കി കാണുന്നുണ്ട. ഇതും നമ്മുടെ 10 മണിയാട്ടാ. 10 മണിയുണ്ട്. പിന്നെ അത് ഇവിടെ തക്കാളി ഉണ്ട്, നമ്മുടെ ചെറിയ ടൈപ്പ് തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി. ഈ സൈഡിലെ പൂവ് അധികം വാടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് നനച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ കാണാൻ പറ്റണ്ട. ഇത് പുതിയ പൂവാട്ടാ. ഈ ക്ലോസപ്പ് കാണിക്കുക. അത് നല്ല വെള്ള കളർ. പിന്നെ ഇത് ഇങ്ങനെ വെള്ള കളറിൽ നിന്ന് വേറൊരു ഷെയ്ഡിലേക്ക് മാറുന്നതായിട്ട്. ഇത് കരിഞ്ഞേക്കുന്നതല്ലത്. പക്ഷെ ആ സൈഡിൽ കരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ചും കൂടി പൂ പുതിയതായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. അങ്ങനെ സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല ഇത്രയ്ക്ക് ലേറ്റായിട്ട്. എനിക്ക് തോന്നുന്നു നനവില്ലാണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വിരിയാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ കുറച്ച് 2 കൊമ്പുമ്മയ്ക്കും വിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നാൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഇപ്പോൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ 1 മാസം കൂടി അത്രയൊക്കെ നിൽക്കുള്ളൂ. പിന്നെ ഉണ്ടല്ലോ ഇവിടേക്ക് നമ്മുടെ ഡാലിയ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു സെറ്റ് പൂ ഉണ്ടായി കഴിഞ്ഞതാണ്. ഇനിയും ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് നമുക്ക് പൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതാട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് വൈൽഡ് ഫ്ലവർ എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ തോട്ടത്തിൻ്റെ അവിടെ എല്ലായിടത്തും നിറച്ചും കയറി പിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇത് നമ്മൾ തോട്ടത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് തോട്ടത്തിൻ്റെ നടുക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ തോട്ടം എന്നറിയും. പക്ഷെ നല്ല രസമാണ് ഇത്. ഇത്ര ബട്ടർഫ്ലൈ അത് നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ അവിടെ പറക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല രസമുള്ള കളറ്. പല കളറുകളുണ്ട്. ഇത് നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. വേറെ ബട്ടർഫ്ലൈ വന്നിട്ട് തേൻ കുടിക്കണ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ വിത്തിന് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് വിത്തായി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സീനിക പൂവായിട്ട് വിത്താവാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന പൂവൊക്കെ നമ്മൾ വിത്തിന് വെക്കണം. ഇതാട്ടോ നമ്മുടെ നടുവിലെ ഡാലിയത്തോട്ടം. കഴിഞ്ഞ വർഷം നമുക്ക് കുറേ പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വർഷം കുറേ പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാണിക്കാട്ടോ നിങ്ങളെ. കുറേ പൂവൊക്കെ വാടി, പക്ഷെ കുറേ പൂവൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അവിടെ നല്ല ഭംഗിയുള്ള ഒരു മത്തങ്ങ പോലത്തെ വലിയ പൂവ് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഡാലിയ. നല്ല ഭംഗിയുള്ള കളറാട്ടോ. ഇന്നൊക്കെ എന്തോരം പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു നോക്കിക്കേ. എല്ലാവരും വാടി പോയി. പക്ഷെ ഡാലിയയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറേ മുട്ടകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് നോക്കിക്കേ. ഇതൊക്കെ എന്ത് ഭംഗിയെന്ന് അറിയാൻ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പോലെ തന്നെ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് രാവിലെ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ വീഴാറായിട്ടിരിക്കുക. അതിനൊക്കെ നല്ല താങ്ങ് കൊടുക്കണമെന്നേ. കാരണം ഭയങ്കര കെട്ടി വയ്ക്കുക അത് ഡാലി. അവിടെയൊക്കെ ഉണ്ട് കുറേ പൂ. നല്ല രസമുണ്ട് കാണിക്കാൻ. ആ സീനിയപ്പൊക്കെ എന്ത് രസമാണ്. എല്ലാവരും ഒരേ കളറിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ വിത്തൊക്കെ പാവി ഒരുമിച്ചുള്ള പാവുമ്പോൾ മുളയ്ക്കുന്നത് നമ്മളിങ്ങനെ പല സ്ഥലത്തായിട്ട് നടും. പക്ഷെ അവിടെ എല്ലാവരും ഒരേ കളറിൽ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇതാട്ടോ നമ്മുടെ മുരിങ്ങ. നമ്മളകത്ത് വെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നില്ലേ. 2 മുരിങ്ങയുണ്ട്. ഇത് നമ്മുടെ വലിയ മുരിങ്ങ. ഈ മുരിങ്ങ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ തോട്ടത്തിൻ്റെ ബാക്കിലാണ് വെച്ചിട്ട് നമ്മുടെ 10 മണിപ്പൂവ് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം ഭയങ്കര ക്ലൗഡി ആയിട്ട് നിൽക്കുമായിരുന്നേ. ഇപ്പം ചെറുതായിട്ടൊന്ന് വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചക്കറി തോട്ടം കാണിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ ഹൗസിൽ നമുക്ക് കുറേ പച്ചക്കറികൾ ഉണ്ടായിട്ടുണ്ട്, അത് കാണിക്കാനുണ്ട്. പിന്നെ നമ്മൾ കോഴിക്കോടിൻ്റെ സൈഡിൽ നമ്മൾ വേറൊരു പുതിയൊരു തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ മരങ്ങളൊക്കെ വെട്ടിയിട്ട് അവിടെ ഒരു തോട്ടമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം
ഇത്രയ്ക്ക് കാണിച്ചു കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഏതാണ്ട് എൻ്റെ കാർഡൊക്കെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോ എഡിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വീഡിയോ കുറേ സമയം ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള നമ്മുടെ പച്ചക്കറി തോട്ടവും പിന്നെ ഇനി കാണിക്കാത്ത തോട്ടങ്ങളൊക്കെ കാണിക്കാട്ടോ. കാരണം ഈ പ്രാവശ്യം നമ്മൾ കുറേ തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്തായിരുന്നാലും ഞാൻ ഇതിലും നന്നായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ തോട്ടം. പക്ഷെ അത് നാട്ടിലൊക്കെ പോയാലും കുറച്ചൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് എന്നാലും ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷെ വന്ന് കണ്ട സമയത്തുണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാനെന്നിട്ട് എപ്പോഴും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ മമ്മിയോ ചേച്ചിയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ആരുടെയും ഫോൺ എടുക്കില്ല. കാരണം എനിക്ക് രാവിലെ പണി തുടങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കാറ്ററിങ്ങിൻ്റെ ഓർഡർ ഉണ്ടാവും. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ വേറൊരു ട്രിപ്പിനും പോയിന്നല്ലേ. ആ ട്രിപ്പിന് പോണ സമയത്തുണ്ടല്ലോ എനിക്ക് ഈ നമ്മുടെ നെഞ്ചിൻ്റെ ഈ അടുത്ത സൈഡിലുണ്ടല്ലോ ഇവിടെ ഒരു പോയിന്റിൽ കുത്തി വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നഴ്സുമാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവരൊന്ന് നീർ കെട്ടിയതായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് മാറിയിട്ടാണ്. കാരണം വന്നു കഴിഞ്ഞിട്ട് ആ മാതിരി പണിയായിരുന്നു. എൻ്റെ വീട്ടിലായിരുന്നാലും മമ്മി വിളിക്കുമ്പോൾ എപ്പോഴും എന്നെ ചീത്ത പറയായിരുന്നു, ഇത് എന്തിനാ ഈ മാതിരി കിടന്നിട്ട് പണിയെടുക്കുന്നതെന്ന്. കാരണം നമ്മൾ അതേപോലെ നമ്മൾ അത്രയ്ക്ക് പാട് വെച്ചിട്ടാണ് നമ്മൾ ഈ തോട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയത്. പിന്നെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇപ്പം വിഷമമൊക്കെ മാറി നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ട്. പക്ഷെ ഇവിടെ നമ്മൾ പുല്ലിട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവിടുത്തെ പുല്ലൊക്കെ നല്ല പുതിയ പുല്ലുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോണതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളതിനെ. ആ പുല്ലുകളൊക്കെ കുറേയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമതോടെ കുറച്ചും കൂടി പുല്ലുകൾ ഇടണം. ഞാൻ എൻ്റെ കോഴീനെ അയച്ചിട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി അകത്ത് വന്നിട്ടേ കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളതും കൂടി ഇത് കാണിക്കാം കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇനിയുണ്ട് കുറേ കാണിക്കാൻ വേണ്ടി. അത്യം പറയുന്നത് പയറ് പിന്നെ പാവലൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സിനിമ ഇരുന്ന് കാണുന്ന പോലെ കാണേണ്ടവർ 2-2.5 മണിക്കൂറൊക്കെ ഇരുന്ന് കാണേണ്ടവർ. പിന്നെ നമ്മുടെ കിളികൾക്ക് ഞാനിവിടെ തീറ്റ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടാണ് കിളികൾ വരാത്തത്. കുറച്ചുകൂടി നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ കിളികൾ നിറച്ചും വരും കേട്ടോ. അത് ഞാൻ കാണിക്കാൻ പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാം. പിന്നെ അവിടെ 10 മണി കൂടിയിട്ട് നിങ്ങൾ കാണിക്കണം. ഇവിടെ അത്രയ്ക്ക് വിരിഞ്ഞിട്ടില്ല. ഇവിടെ താഴെ വെച്ചതും അവിടെ വെച്ചതൊക്കെ വെയിൽ വന്നപ്പോൾ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. കാണിക്കാം. ചെടികളുടെ ഫോണിലൊന്നും കയറരുത് കാര്യം.
അതാട്ടോ നമ്മുടെ പറിച്ചു നട്ട റോസമ്മ പൂണ്ടായിന്ന് പറഞ്ഞില്ലേ, അതാട്ടത്. എന്റെ കയ്യിലൊന്നുമില്ലപ്പ. ഈ ഡാലിയ നോക്കിക്കേ, 2 ഡബിൾ ഷെയ്ഡായിട്ട് നല്ല രസമുണ്ട്. അതിൻ്റെ തന്നെ വേറെ അവിടെ ഉണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ ഒന്നും കൂടി നന്നായിട്ട് കാണിക്കാം കേട്ടോ. ഈ സീനിയപ്പൂ നോക്കിക്കേ, എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈ നിൽക്കുന്നത് ഫിഗാട്ടാ. അപ്പം നമ്മുടെ കോഴികളൊക്കെ ഓടി വരും കേട്ടോ. ചിമ്പുമോന് കൂടി വരുന്നുണ്ട്. നീ കോഴി ആയതാന്നട കൂട്ടാ. താറാവുകൾ കുളിക്കാൻ വേണ്ടിട്ട് പോയി കയറുന്നു.